ഡോക്ടർ മോഹൻ വർഗീസ്, ഭീകരവാദികളോട് സന്ധിയില്ലെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ഇന്ന് സൈനിക ക്യാമ്പിലെത്തി സൈനികരോട് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഭാരതം അത് യുദ്ധമായി കരുതിയാവും തിരിച്ചടിക്കുക എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്ന ശക്തികൾ ആരായാലും അവരുടെ വീട്ടിൽ കയറി കൊല്ലും എന്നാണ്. അതിൽ മറിച്ചൊരു ചിന്തയില്ല. അതാണ് ഞങ്ങളുടെ നയം. ആ നയം നടപ്പാക്കാനുള്ള കെൽപ്പും കരുത്തും ഭാരതത്തിന് ഉണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഇതൊക്കെ ആയിട്ടും പാകിസ്ഥാൻ ഭീകരവാദവുമായി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അതില്ലാതൊരു നിലനിൽപ്പ് ഇല്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് നമ്മൾ അതിനെ ഡീസൈഫർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാൻ്റെ DNA-യിൽ ഡീപ്ലി എംബഡഡ് ആണ് ഇന്ത്യ വിരോധം. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി പാകിസ്ഥാനിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാശ്മീർ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ്, ഭാഗമാണ്. നമ്മുടെ ദൗത്യം തന്നെ, പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ കാശ്മീരിനെ ആശ്രയിച്ചാണ്. കാശ്മീർ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കും. ഈ ഒരു വീരവാദത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു നറേറ്റീവിലാണ് ഒരു തലമുറ തന്നെ വളരുന്നത്. മദ്രസ പഠനം നിർവഹിക്കുന്ന കുട്ടികൾ, സാധാരണക്കാർ, അവിടുത്തെ മാധ്യമങ്ങൾ നിരന്തരം ഈ ഒരു റെറ്ററിക്കിലാണ് അവർ വളരുന്നത് തന്നെ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ DNA-യുടെ ഭാഗമാണ്. ഓരോ രാഷ്ട്രീയ കക്ഷിയും മുന്നോട്ട് പോകുന്നത് ഏറ്റവും തീവ്രമായ ഇന്ത്യ വികാരം ആരാണോ ആളിക്കത്തിക്കുന്നത് അവർക്കാണ് വോട്ട്. അത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് അംഗീകാരം. പക്ഷേ ഒരു കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച സമയം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം പാകിസ്ഥാൻ്റെ ഒരു ഇൻ്റലിജൻറ്റ് ക്ലാസ് ഉണ്ട്, ഒരു ഇൻ്റലക്ച്വൽ ക്ലാസ് ഉണ്ട്. അവർ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏർലി സൂചന നമുക്ക് ലഭിക്കുന്നു. അത് ഈ ആക്രമണം, ഇന്ത്യയുടെ ആക്രമണം മാത്രം കൊണ്ടല്ല, തീവ്രവാദികളൊരു ബാധ്യതയാകുന്നു എന്ന തോന്നൽ, അത് പ്രത്യേകിച്ചും ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ പത്താൻമാർക്ക് അത് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയത്. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ പ്രക്രിയ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. അവിടെ ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് ആണെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല. രാഷ്ട്രീയ വിധി അട്ടിമറിക്കപ്പെട്ടു. അവിടെ ഏറ്റവും പോപ്പുലർ പൊളിറ്റീഷ്യൻ ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ്റെ പാർട്ടിയും പാക് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയും ഇന്ത്യ വിരോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയിലെ ഷഹബാസ് ഷെരീഫ് എന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടി മുസ്ലിം ലീഗ്, അതുപോലെ ബെനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയുടെയും പാർട്ടി PPP, ഇതെല്ലാം തന്നെ ചേർന്ന ഒരു അവിയൽ മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത്. സൈന്യം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൈന്യം നിയന്ത്രിക്കുന്നു, ഒരു പാവ സർക്കാർ ഭരിക്കുന്നു, ജനങ്ങളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നു. തീവ്രവാദികൾ പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അവർ തീവ്രവാദികളല്ല, അവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്, മുജാഹിദീനുകളാണ്. അവർ ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കോസിന് വേണ്ടി പടപൊരുതുന്നവരാണ്. അവർ ഭീകരരേ അല്ല, അവർ സമാധാനവാദികളാണ്. അവർ കാശ്മീർ നമ്മളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. ഇതാണ് പാകിസ്ഥാൻ്റെ വിശ്വാസ പ്രമാണം, പാകിസ്ഥാൻ്റെ ജീവശ്വാസം. അതാണ് ഞാൻ DNA ആണെന്ന് പറഞ്ഞത്. ഇത് മാറണമെങ്കിൽ 2-3 രീതിയിൽ മാറാം. ഇപ്പം നമ്മൾ സാമം ഭേദം ദണ്ണം എന്നൊക്കെ പറയുമല്ലോ. അപ്പം സാമത്തിനൊന്നും വലിയ മാർക്കറ്റില്ല. പിന്നെ അപ്പം ഭേദ്യം ചെയ്യാൻ, ചോദ്യം ചെയ്യാനൊക്കെ ആരാ വളർന്നത്? ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ പല്ല് കൊടിഞ്ഞ സിംഹമാണ്. അമേരിക്ക വന്ന് ചോദ്യം ചെയ്യത്തൊന്നുമില്ല. കാരണം അവർക്ക് കച്ചവടമാണ്. ട്രംപ് എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾക്ക് കച്ചവടമാണ്. ട്രംപ് പറഞ്ഞത് എന്താ? പാകിസ്ഥാനെയും ഇന്ത്യയും ഞാൻ കച്ചവടം കാണിച്ചൊന്ന് വിരട്ടി. അവർ പേടിച്ച് അച്ചായ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് കച്ചവടം ചെയ്തേ പറ്റൂ. ഇതൊക്കെ വിടുവായുത്തം പറയുന്നതല്ലേ? ഇതാണ് ആ ട്രംപിൻ്റെ ഒരു വലിയ വായിലെ വർത്താനം എന്നതിൽ കവിഞ്ഞ വലിയ അർത്ഥമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡ്, ആയുധ കച്ചവടമാകട്ടെ മറ്റു കച്ചവടമാകട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവർ
ഒന്ന് ചോദ്യം ചെയ്യാനോ, അല്ലയോ പാകിസ്ഥാൻ നിങ്ങൾ കാട്ടുന്നത് എത്ര മ്ലേച്ഛം എന്ന് പറയാനോ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമിതികൾ, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മുതലായ ഫണ്ട് ഡിസ്പേഴ്സിങ് ഏജൻസീസ്, അമേരിക്കയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് എന്ന് ഓർക്കണം. സിംഗിൾ ലാർജസ്റ്റ് ഫണ്ട് ഗിവർ ഈസ് അമേരിക്ക. ചൈന വലിയൊരു ശക്തിയാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും വലിയ തോതിൽ ഡോണേഴ്സാണ്. ഇന്ത്യയുടെ സ്റ്റേക്ക് കേവലം 2.5% IMF-ൽ. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞാലൊന്നും IMF വേണ്ടാന്ന് വെക്കില്ല. അപ്പം പാകിസ്ഥാനെ പറഞ്ഞ് നേരെയാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കും. ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവരൊക്കെ ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ നടന്നു വരില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഇന്ത്യക്കുണ്ട്. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ ഒരു ക്രിട്ടിക്കൽ ജങ്ക്ചറിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രത്യക്ഷത്തിലൊരു യുദ്ധത്തിലേക്ക് പോകും എന്ന് പോലും അല്ലേ എല്ലാവരും സംശയിച്ചു. അതെ അതെ. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ IMF ഏകദേശം 8,500 കോടി അല്ലേ, 8,500 കോടി രൂപയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. $1 billion. യെസ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും? അത് അമേരിക്കയുടെ ഇടപെടലാണോ? അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അമേരിക്കയ്ക്ക് ഒരു രാജ്യവും അനഭിമതമല്ല, കച്ചവടം നടക്കണം. പ്രത്യേകിച്ച് ട്രംപ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവരുടെ പാരഡൈം എന്ന് പറയുന്നത് ഒരു ട്രേഡ്, കച്ചവട വ്യാപാര ഓപ്പർച്യൂണിറ്റി എന്നതല്ലാതെ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അത് അമേരിക്ക മാത്രമല്ല, മിക്ക ലോകരാജ്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ അമേരിക്കയ്ക്കെതിരെ വരുന്ന ഭീകരതയെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം. പക്ഷേ ഇന്ത്യക്കെതിരെയുള്ള ഭീകരത അത് അവർ ചെറുത്തുകൊള്ളും. അപ്പം പാകിസ്ഥാൻ ഭീകരരാജ്യമാണ്. പാകിസ്ഥാൻ ഭീകരർക്ക് ഫണ്ട് ചെയ്യുകയാണ്. IMF ഉൾപ്പെടെ ലോൺ ഗിവിങ് ഏജൻസീസ് കൊടുക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും പാകിസ്ഥാൻ ചിലവഴിക്കുന്നത് ഒന്നുകിൽ ആർമിയെ സമ്പുഷ്ടമാക്കാനാണ്. ആ ആയുധങ്ങൾ F-16 ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന് എഴുതി കൊടുത്ത് വാങ്ങുന്നതാണ്. പക്ഷേ ആ വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നു, മിസൈലുകൾ, മറ്റു കാര്യങ്ങളെല്ലാം. പക്ഷേ അത് തടയാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. കൃത്യമായി പലിശ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ IMF എടുക്കുന്ന ലോണിന് കൃത്യമായി പാകിസ്ഥാൻ പലിശ കൊടുക്കുന്നിടത്തോളം കാലം, ഇനി പലിശ കൊടുക്കാൻ കൂടുതൽ ലോൺ എടുക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ. അതാണല്ലോ കടക്കണി എന്ന് പറയുന്നത്, ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം എങ്ങനെയും കച്ചവടം നടക്കണമെന്ന ലോകത്തിൻ്റെ ഒരു സ്വാർത്ഥമായ ചിന്ത. ചോദിച്ചോട്ടെ, ഈ IMF കൊടുക്കുന്ന ഫണ്ടിന് അതിൽ ഏതിനൊക്കെ നീക്കി വെക്കുന്നു, അല്ലെ ഏതൊക്കെ മേഖലയിൽ ചെലവഴിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, ബോധ്യപ്പെടുത്തണ്ടേ? ഇപ്പോൾ നമുക്കറിയാം സാമ്പത്തികമായി ദുർബലമാണ് പാകിസ്ഥാൻ അല്ലേ. ഇപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അങ്ങനെയുള്ള വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടറുകളിൽ തന്നെ ചെലവഴിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വ്യവസ്ഥകളൊക്കെ ഇല്ല IMF-ന്. അല്ലാതെ ആയുധം വാങ്ങാൻ IMF പണം എടുത്തു കൊടുക്കുമോ? അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. 2 ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 1 ഈസ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി. 2 വേൾഡ് ബാങ്ക്, അതായത് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ IBRD ലോൺസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ്. ലോൺ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്ന്, മുൻകാലങ്ങളിലെടുത്ത ലോണുകളുടെ വിനിയോഗം എങ്ങനെ, വികസന പ്രവർത്തനത്തിന് മാത്രം, അതായത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് മാത്രം അതിൻ്റെ പീരിയോഡിക് റിപ്പോർട്ടുകൾ കൊടുക്കണം. ആ ലോൺ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു ഗുണമുണ്ട്, ആ ലോൺ ലഭിച്ചാൽ 50 വർഷം 100 വർഷം ദീർഘകാല അടിസ്ഥാനത്തിൽ തിരിച്ചടച്ചാൽ മതിയാകും. പലിശ നാമമാത്രമാണ്. അതുകൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ ലോൺ എന്ന് പറയുന്നത് ഒരു ഓണറാണ് രാജ്യങ്ങൾക്ക്. പക്ഷേ IMF അങ്ങനെയല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ IMF ഈസ് എ ബ്ലേഡ് കമ്പനി. ഒരു ബ്ലേഡ് കമ്പനിയാണ്. ബ്ലേഡ് കമ്പനിയുടെ മാനേജർക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന്, മുതലാളിക്ക് വാങ്ങിയത് പലിശ അടക്കം തിരിച്ചു കൊടുത്താൽ മതി. അതും മതി. പലിശക്ക് വീണ്ടും ഞങ്ങൾ തരാം, അതെടുത്ത് വീണ്ടും പലിശ തന്നാൽ മതി. അപ്പോൾ കച്ചവടം നടക്കണമല്ലോ. ഇതാണ് പറയുന്നത്. ടിപ്പിക്കൽ ബ്ലേഡ് കമ്പനിക്കാരൻ്റെ മനോഭാവമാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം കൂടി പൂളപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ അമേരിക്ക ലാർജസ്റ്റ് ഡോണർ എന്ന നിലയിൽ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു നിലപാടെടുക്കാം.
ഞങ്ങൾ ഇതിന് അനുകൂലമല്ല. പക്ഷേ IMFൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സാധാരണഗതിയിൽ ഒരു രാജ്യവും ലോൺ ഡിസ്പേഴ്സലിന് എതിർപ്പ് പറയാറില്ല. എതിർപ്പ് പറഞ്ഞാൽ പോലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അവിടെ വിജയിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ വഴി നോക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ നമ്മൾ അവസാന നിമിഷം ബുദ്ധിപരമായി IMF യോഗത്തിൽ നിന്നും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നിന്നും നമ്മൾ തന്ത്രപരമായി വിട്ടുനിന്നു. അങ്ങനെ പാകിസ്ഥാൻ ലഭിച്ചു. ആ തുക ഉൾപ്പെടെ ഉപയോഗിച്ചാകാം പാകിസ്ഥാൻ്റെ ഭീകരന്മാർക്ക് 100 ഭീകരന്മാരെ കൊന്നു എന്നാണല്ലോ ഇന്ത്യയുടെ ക്ലെയിം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവർക്ക് ഓരോരുത്തർക്കും 1 crore പാകിസ്ഥാൻ റുപ്പീസാണ്. പേടിക്കണ്ട, ഇന്ത്യൻ രൂപയുടെ അത്രയും വിലയില്ല കേട്ടോ. പാകിസ്ഥാൻ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു 35 ലക്ഷം രൂപ അതിൽ താഴെ വരൂ. അപ്പം അതുകൊണ്ട് എങ്കിലും വരില്ല, അത്രയും പോലും ഇല്ല. മണി വാല്യൂ തീരെ താഴെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്കിലും സിംബോളിക്കലി സ്പീക്കിംഗ് ദിസ് ഈസ് എൻഡോഴ്സ്മെൻറ്റ്. ഇന്ത്യയുടെ വാദം എൻഡോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഭീകരരും സർക്കാരും തമ്മിൽ, ഭീകരരും സൈന്യവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം. അപ്പോൾ അവർ പറയുകയാണ് ഇത് മരിച്ച സിവിലിയൻസിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ഭീകരന്മാർക്കല്ല. എപ്പോഴും ഒരു വാദവും മറുവാദവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭീകരവാദത്തിൻ്റെ അടിവേരിളക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു മുള്ളുണ്ട്, ഈ പറമ്പിലൊക്കെ പിന്നെ അയ്യത്തൊക്കെ കാണുന്ന മുള്ളാണ്, പാതാള കരണ്ടി എന്നാണ് പറയുക. അത് ആഴത്തിൽ അങ്ങോട്ട് പോകും. അതെത്ര പറിച്ചു മാറ്റിയാലും കിളച്ചു മാറ്റിയാലും വേരിൻ്റെ അടിവശത്തൊരു തരി കാണും. അടുത്ത മഴ പെയ്യുമ്പോൾ അത് പൊട്ടിക്കെടുത്ത് വലിയ രീതിയിൽ മുൾപ്പടർപ്പായി മാറുന്ന പാതാളകരണ്ടി എന്ന് പറയുന്ന ആ മുള്ളാണ്. ഇതുപോലെയാണ് ഭീകരത ആഴത്തിൽ വേരടക്കിയിരിക്കുന്നു. അപ്പോൾ ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ISI എല്ലാം ചേർന്ന് ഭീകരതയെ നനച്ചു വളർത്തുകയാണ്. അതായത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇല്ലാതെ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങനെയാണ് ഈ സൈന്യത്തെ പറഞ്ഞു വിട്ട് ഈ ഹാഫിസ് സയ്യിദിനെ ആക്കിയാൽ പോരെ അവരുടെ കമാൻഡർ ഇൻ ചീഫോ, ഈ സൈനിക തലവനായിട്ടൊക്കെ? സൈന്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സൈന്യത്തിന്. അല്ല, സൈന്യം എന്താഗ്രഹിക്കുന്നു അതാണല്ലോ ഹഫീസ് സയ്യിദും മൗലാന മസൂദ് അസറും ഒക്കെ ചെയ്യുന്നത്. ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഹർക്കത്തുൽ അൻസാറിൻ്റെയും ഹർക്കത്തുൽ മുജാഹിദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും സാന്നിധ്യം പാകിസ്ഥാൻ ആവശ്യമാണ്. അവരാണ് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്, അല്ല സൈന്യം നേരിട്ടല്ല. അതേസമയം സൈന്യത്തിനൊരു പോളിസിയുണ്ട്, നിരന്തരം അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തുക. കഴിഞ്ഞ 2 ദിവസം വെടിനിർത്തൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ 48 മണിക്കൂർ കഴിയുന്നല്ലോ. അപ്പോൾ നിരന്തരമായ അതിർത്തിയിൽ മുൻകാലങ്ങളിലുള്ളതുപോലെ തന്നെ നിരന്തരം ഷെല്ലാക്രമണം. ഇതിൻ്റെ പേരാണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്, LOC അല്ല, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരം ഈ ജ്വാല, ഈ കനൽ കെടാതെ സൂക്ഷിക്കുക. കാശ്മീരിനെതിരെ, ഇന്ത്യൻ കാശ്മീരിനെതിരെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം ഭാരതവും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തി അല്ലേ? അതെ, വാക്കാലുള്ള ധാരണയിൽ ഓൺലൈൻ കോൺവെർസേഷൻ ആണല്ലോ നടന്നത് അല്ലേ? ഹോട്ട്ലൈൻ കോൺവെർസേഷൻ, യെസ്. അപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ ഈ ഭീകരവാദികൾക്കും ആപ്ലിക്കബിൾ ആണോ? ഭീകരവാദികൾക്ക് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. അവരെ പറയുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നാണ്. പാകിസ്ഥാൻ അവരെ വിളിക്കുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ്. ഫ്രീഡം, കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണല്ലോ. അവർ മോചനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. അവരെങ്ങനെ ഭീകരരാകും? ഒരു സിമ്പിൾ ലോജിക്കാണ്. ഈ ലോജിക്കിനെ മറികടക്കണമെങ്കിൽ ഞാൻ നേരത്തെ സാമം ഭേദം പറഞ്ഞല്ലോ, ദണ്ഡം വേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഇന്ന് മിനിഞ്ഞാന്ന് പറയുകയാണ്, മോദി പറയുകയാണ്, ഇന്ന് ബുദ്ധ പൗർണിമ ദിനം. ബുദ്ധൻ ഒന്ന് ചിരിച്ചല്ലോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ 1974 ബുദ്ധ സ്മൈൽഡ് വൺസ്. പിന്നെ വീണ്ടും ചിരിച്ചല്ലോ. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും ജോർജ് ഫെർണാണ്ടസ് പിന്നെ പ്രതിരോധ മന്ത്രിയുമായിരുന്നപ്പോൾ 1998 രണ്ടാമതേയും ചിരിച്ചു. അപ്പോഴും ബുദ്ധൻ സമാധാനത്തിൻ്റെ ദൂതൻ തന്നെയായിരുന്നു. ആറ്റം ഫോർ പീസ്. നമ്മൾക്കൊരു ഡോക്ടറിനുണ്ടായി, നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. നമ്മൾ ഡിറ്ററൻസിന് വേണ്ടിയാണ്, പാകിസ്ഥാനെ ആക്രമിക്കാനല്ല, ചൈനയെ ആക്രമിക്കാനല്ല, മറിച്ച് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആക്രമണം നേരിട്ടാൽ അങ്ങനെ വരാതിരിക്കാൻ വീട്ടിൽ പട്ടിയെ വളർത്തുന്ന പോലെയാണ്. ആരെയും കടിക്കാനല്ല പട്ടിയെ വളർത്തുന്നത്, മറിച്ച് മറ്റാരും അതിക്രമിച്ച് കടക്കാതിരിക്കാൻ ഒരു സുരക്ഷാ സംവിധാനം, അതാണ് ഡിറ്ററൻറ്റ്. പക്ഷേ നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല. അതുകൊണ്ട് കമാൻഡർ അക്ഷരം ഇത്രയും വലിയ കലാമിറ്റി, വലിയ ടെൻഷൻ ഉണ്ടായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമോ സൈനിക നേതൃത്വമോ ആണവമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം.
അപ്പം ഇന്ത്യ പക്ഷേ നരേന്ദ്രമോദിയുടെ മിനിഞ്ഞാന്നത്തെ ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ രാജ്യത്തോട് ചെയ്ത ഒരു പ്രഭാഷണത്തിൽ എടുത്തു പറയുന്നു, നമ്മൾ ശക്തി സമാഹരിക്കേണ്ട സമയമാണ്. പീസ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നടക്കണമെങ്കിൽ അവിടെ ശക്തി വേണം. സമാധാനത്തിൻ്റെ ദിവസം തന്നെയാണ് പറയുന്നത്, ശക്തിയാണ് സമാധാനത്തിൻ്റെ, പവർ വിൽ ബ്രിങ് പീസ്. അവിടെ ഒരു നയം മാറ്റം, നരേന്ദ്രമോദി പറയുന്ന ഒരു നയം മാറ്റം അവിടെയാണ്. ഇന്നലകൾ വരെ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തെ ഭീകരവാദം എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്, മാറി ഇന്ന് മുതൽ അതിനെ യുദ്ധമെന്നാണ് വിളിക്കുന്നത്. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി പഹൽഗാം മോഡലിൽ ആക്രമണം നടത്തി അങ്ങ് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ അവരെയും അടിക്കും, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും, സൈനികമായി ആക്രമിക്കും. നോ ഫോഴ്സ് ക്യാൻ പ്രിവെൻറ്റ് ഇന്ത്യ. അത് നമ്മൾ തെളിയിച്ചു. വാക്കുകൊണ്ടല്ല തെളിയിച്ചത്, പ്രവൃത്തി കൊണ്ട് തെളിയിച്ചതിന് ശേഷം അത് ലോകത്തിന് മുമ്പേ പറയുകയാണ്, വി ഹാവ് യൂസ്ഡ് മിസൈൽസ്, വി ഹാവ് യൂസ്ഡ് ബ്രഹ്മോസ്. അനന്തമായ സാധ്യത ആണുള്ളത്. കാരണം ഇത് ഇന്ത്യ വാണ്ടഡ് ടു ഡിസ്പ്ലേ ദ മൈറ്റ് ഓഫ് ഇറ്റ്സ് മിലിറ്ററി ആഴ്സണൽ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളിൽ എടുത്തു പറയുന്നു നരേന്ദ്രമോദി. ഒന്ന്, ആകാശ് മിസൈലിൻ്റെ ഒരു പ്രഹരശേഷി. കാരണം തദ്ദേശീയമായി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് ആകാശ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെ അല്ലെ മറ്റ് എയറിയൽ ഒബ്ജക്റ്റ് ഉൾപ്പെടെ ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ലോക നിലവാരമുള്ള, അത് അമേരിക്കയുടെ പേട്രിയോട്ട് സിസ്റ്റം പോലെയോ അല്ലെങ്കിൽ റഷ്യയുടെ S-400 സിസ്റ്റം പോലെയോ അതൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങണം. S-400 വാങ്ങി അതും നമ്മുടെ ആകാശങ്ങളെ സുരക്ഷിതമാക്കി, ശരിയാണ്, അത് എക്സ്പെൻസീവാണ്. പക്ഷേ ആകാശ് തദ്ദേശീയമാണ്. ആകാശിന് ഇനി നോക്കൂ, ലോക മാർക്കറ്റ് വരാൻ പോവുകയാണ്. ബ്രഹ്മോസ് മിസൈലാണ് നമ്മുടെ അഭിമാനം. റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് ബ്രഹ്മപുത്ര നദി ഇന്ത്യ, മോസ്കോ റിവർ, മോസ്കോ ശാന്തമായി ഒഴുകുന്ന മോസ്കോ റിവറും കുത്തി ഒലിക്കുന്ന ബ്രഹ്മപുത്രയും എല്ലാം ചേർന്ന ശാന്തമെങ്കിൽ ശാന്തം, ശക്തമെങ്കിൽ ശക്തം, ആ ഒരു മിസൈലാണ്. ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷി പാകിസ്ഥാൻ തലസ്ഥാനത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള റാവൽപിണ്ടി സൈനിക ആസ്ഥാനമാണ്. സൈനിക ആസ്ഥാനത്തിന് അടുത്ത് വരെ ബ്രഹ്മോസ് മിസൈൽ പ്രഹരിച്ചു. ഇതിന് പരിഹാരമില്ല, ഇതിനൊരു ഡിഫൻസ് ഇല്ല. വളരെ താണു പറക്കാൻ സാധിക്കും, ഏത് രീതിയിലും മെനുവർ ചെയ്യാൻ സാധിക്കും, ഫ്രം എയർ ഓർ ഫ്രം സർഫസ് ഓർ ഫ്രം സീ. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ മുതൽക്കൂട്ടാണ്. അതിനാദ്യമായിട്ടാണ് ബാറ്റിൽ ഫീൽഡ് സിറ്റുവേഷനിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ ഇതാണ്. അവ പ്രഹരശേഷി ലോകത്തിന് വെളിപ്പെട്ടു. ഇനി ക്യൂ നിൽക്കും ഭാരതത്തിന് മുമ്പിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കും ബ്രഹ്മോസ് മിസൈൽ. വി ഹാവ് പ്രൂവ്ഡ് ദി എബിലിറ്റി. ഇത് തേജസ് എയർക്രാഫ്റ്റ്, അർജുൻ ടാങ്ക്, ഇതൊക്കെ നമ്മൾ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈ ഒരു യഥാർത്ഥ യുദ്ധ അന്തരീക്ഷം ഉണ്ടാകാതെ എങ്ങനെയാണ് ഇതിപ്പോൾ റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും പരേഡിൽ ഈ മിസൈലും കൊണ്ട് പോയിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രഹരശേഷി എന്താണെന്ന് ഭാരതം കാട്ടിക്കൊടുത്തു. അതുകൊണ്ടാണ് മോദി പറഞ്ഞത്, തദ്ദേശീയം ഞങ്ങളുടെ നയം മാറിയിരിക്കുന്നു, തദ്ദേശീയമായി നമ്മൾ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. പറയാതെ പറഞ്ഞു വെക്കുന്നത്, ലോകത്തിന് മുന്നിൽ ആയുധങ്ങൾ നെറ്റ് പർച്ചേസർ എന്ന നിലയിൽ നിന്നും നെറ്റ് സെയിൽസ് പേഴ്സൺ എന്ന നിലയിലേക്ക് ഇന്ത്യ വളരുകയാണ്. അപ്പം ഇന്ത്യ വിദേശത്ത് വന്ന ആയുധങ്ങൾ സോഴ്സ് ചെയ്യും, അതുപോലെ തന്നെ ആയുധങ്ങൾ വെളിയിൽ വിൽക്കുകയും ചെയ്യും. നയംമാറ്റമാണ്, ഒരുപാട് നയംമാറ്റമാണ്. കാരണം പാകിസ്ഥാനെ ആക്രമിക്കുമെന്നത് അത് യുദ്ധമായി കരുതുമെന്നുള്ള നയംമാറ്റമാണ്. അത് മാത്രമല്ല, നയം മാറിയത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അത് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി എത്രയോ പ്രാവശ്യം ഈ പ്രഖ്യാപനമൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരന്മാരുടെ വലിയൊരു നിര തന്നെ പല സമയങ്ങളിലായി ഇന്ത്യ വകവരുത്തി കഴിഞ്ഞു. ഇൻഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി കാനഡയിലെ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ വധം, ഇതൊന്നും എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും നയം മാറിയിരിക്കുന്നു ഭാരതത്തിൻ്റെ. കൃത്യമായി പറഞ്ഞാൽ 2016 മുതൽ നയം മാറ്റമാണ്. അതാണ് ഈ ഉറി ആക്രമണത്തിന് ശേഷമാണ് ആ ഒരു നയം, അതിൻ്റെ ഔപചാരികമായ സ്ഥിരീകരണം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതുകൊണ്ടാണ് ഈ അതീവ നിർണായകമായിരുന്നു ഈ ഒരു സംഘടനം. ഞാൻ യുദ്ധമെന്ന് വിളിക്കുന്നില്ല, ഈ സംഘടനം ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് ഏതാണ്ട് പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, ഭീകരരെ മടയിൽ കയറി അടിക്കുമെന്ന പ്രതീതി മാത്രമല്ല, അടിച്ചു. അത് ട്രാക്ക് റെക്കോർഡായി, നാളെയും അത് ചെയ്യും എന്ന പ്രഖ്യാപനമാണ്. ഇനി കളിക്കാൻ വരരുത്, ആണവായുധം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത്. ഞങ്ങൾക്കുണ്ട് വി ആർ എ റെസ്പോൺസിബിൾ പവർ, വി ആർ എ ട്രയാഡ്. അതാണ് പറയുന്നത്. കരയിൽ നിന്നും, എയറിൽ നിന്നും, സീയിൽ നിന്നും തൊടുക്കാവുന്ന രീതിയിൽ ട്രിപ്പിൾ കേപ്പബിലിറ്റിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാനോട് കളിക്കണ്ട എന്ന താക്കീതും
ചെയ്തത് പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വൻ വിജയമായിരുന്നു ഈ ഓപ്പറേഷൻ. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ഡിബേറ്റബിൾ കാര്യങ്ങളുണ്ട്. അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ, ഈ കാര്യം ഡിബേറ്റബിൾ ആണ്.